ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ബാക്കി വന്ന ചോറും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇതിൻ്റെ ഒന്ന് മാത്രം കഴിച്ചാൽ മതി, അപ്പോഴേക്ക് തന്നെ നമുക്ക് വയറൊക്കെ നിറയും. അപ്പോൾ അത്രയും നല്ല കിഡിലനായിട്ടൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത ചോറിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ ഈ ഒരു ചോറിൻ്റെ ഒരു മിക്സിൽ നല്ല രീതിയിലൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ച് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചോറ് അരച്ചെടുത്തല്ലോ, ആ ഒരു നനവിൽ വേണ്ട നമ്മളിത് കുഴച്ചെടുക്കാൻ. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ടിട്ട് ഒന്ന് പാകാക്കി എടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അത്ര ടൈറ്റായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചോറ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ 1-2 മിനിറ്റോളം കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കുന്നവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കൊത്തി എരിഞ്ഞതാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണം അതിനനുസരിച്ച് സവാളയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഈ ഒരു സവാളയിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണോളം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ളതാണ്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ ഫില്ലിങ്ങിനൊക്കെ ആയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ സവാളയൊക്കെ വഴറ്റിയതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് അതൊക്കെ വഴറ്റിയതിൻ്റെ ശേഷം പിന്നീടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കൽ. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാതും ഒരേ സമയം ഇട്ട് കൊടുത്ത് ഒന്നിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാതും ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു ഓയിലിൽ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇപ്പോൾ അത് 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ 1-2 തവണ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇതിന് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ആക്കിയെടുക്കുക. ചിക്കനൊക്കെ കുറച്ച് അധികം തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഒരു സവാളയുടെ ഈ ഒരു മസാലയിൽ ഈ ഒരു ചിക്കൻ പീസ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അതായത് ഈ ഒരു ചിക്കൻ്റെ പീസിലേക്ക് ഈ ഒരു മസാലയുടെ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക 2 മിനിറ്റോളം.
ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മസാലയൊക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളപ്പറ്റുണ്ട്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ അതാ മസാലയൊക്കെ നല്ല രീതിയിൽ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്നാക്കിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു മാവുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തോണ്ട് തന്നെ. ഇനി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നാക്കിയെടുക്കുക. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾസുകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് വലിപ്പം വേണ്ട, എന്നാൽ കുറച്ചൊക്കെ വലിപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 5 ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. മാവൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ റൗണ്ടിലായിട്ടല്ല കേട്ടോ പരത്തിയെടുക്കുന്നത്, കുറച്ചിങ്ങനെ നീളത്തിലാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കരുത് കേട്ടോ. കുറച്ച് കട്ടിയിലായിട്ട് തന്നെ പരത്തിയെടുക്കണം. ചോറ് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റാണ് കേട്ടോ. അത് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഒന്നിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നീളത്തിലായിട്ട് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പിന്നീട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ 5 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ പരത്തി വെച്ചത് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറെ ഒന്ന് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 5 എണ്ണം പരത്തി വെച്ചതും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഇത് വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാതും ഒരേ ലെവലായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് വെച്ച് കൊടുത്താൽ തന്നെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ എന്നാൽ ഞാനിവിടെ 5 എണ്ണം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലും ഇതേപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടിയൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുത്തുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് റോൾ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ റൗണ്ടിലാണ് പരത്തിയെടുത്തുകയെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ സൈഡ് വശമൊക്കെ നമുക്ക് മുറിച്ച് മാറ്റേണ്ടി വരും. ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വശം ഒരേപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര മാവാട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ട് സ്നാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുമല്ലോ, അതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ആ ഒരു കനത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി. ഒരുപാട് കനത്തിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പുറം വശം ലെയറായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് പരത്തിയെടുക്കുമ്പോഴും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചപ്പാത്തി എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ 2-3 ടീസ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മല്ലിയില വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് മടക്കി കൊടുത്തതിൻ്റെ ശേഷം ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു അടപ്പെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ബാലൻസ് ഉള്ളത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ ഒന്ന് പ്രസ്സായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും, പെട്ടെന്ന് വിട്ടുപോരൊന്നുമില്ല. ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ ചിക്കൻ്റെ ഫില്ലിങ്സ് ആണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ബീഫോ ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചപ്പാത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ്സ് 2-3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത്ര വലുപ്പത്തിൽ വേണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി വെച്ച എല്ലാ ചപ്പാത്തിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു സ്നാക്ക് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മുഴുവനായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്നാക്ക് മുഴുവനായിട്ടും ഓയിലിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം മതി. അപ്പോൾ ഇതുപോലെ പരന്നിട്ടുള്ള ഒരു പാനിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് ഒട്ടും ഓയിലൊന്നും കുടിക്കൂല. ഇത് നമ്മൾ ഓയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒരേ രീതിയിൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വശം ഇതേപോലെ കളർ മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വശം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടാണ് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു വശം ഒരേ രീതിയിലൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ 3 ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആയി കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള 3 സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം തന്നെ ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ വേണം കേട്ടോ. ഒരുപാട് മെനക്കേടൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ ഈ ഒരു മസാലയൊക്കെ തയ്യാറാക്കി ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്ത് 2 തവണ പരത്തിയെടുത്തിട്ടൊക്കെ തയ്യാറാക്കണ കാണുമ്പോൾ കുറച്ച് മെനക്കെടാൻ തോന്നും. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് പുറം വശം ക്രിസ്പിയോട് കൂടിയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്ക് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.